നമസ്കാരം. നമ്മുടെ ദ്രോണാചാര്യര് അദ്ദേഹം വിചാരിച്ച നല്ലൊരു യോദ്ധാവായിരുന്നു. അദ്ദേഹം ഒരു ബ്രാഹ്മണൻ കൂടിയായിരുന്നു. ഭരദ്വാജ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ദ്രോണർ വളരെ ശക്തിശാലിയാണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഈ ദ്രോണരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ളതല്ല. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഗുരുകുലവാസ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ദ്രുപദ മഹാരാജാവ്, ഇവർ രണ്ടാളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൂട്ടുകെട്ടായിരുന്നു. ദ്രുപദ രാജാവും നമ്മുടെ ദ്രോണാചാര്യരും. ദ്രോണര് ആ കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട ബ്രാഹ്മണനാണ് എന്നും സമ്പന്നമായിരിക്കുന്ന രാജാധികാരമുള്ള ഒരാളാണ് ദ്രുപദൻ എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് പരസ്പരം സ്നേഹിച്ചതും കൂട്ടുകൂടിയതും. എന്നാൽ ആ സമയത്ത് ദ്രുപദ മഹാരാജാവ് ഒരു വാക്കു കൊടുക്കുന്നുണ്ട്. താൻ രാജാവായി കഴിഞ്ഞാൽ പാഞ്ചാല ദേശത്തിന്റെ പകുതി രാജ്യം അങ്ങേക്ക് ഞാൻ നൽകും എന്നുള്ളതായിരുന്നു ആ വാക്ക്. വളരെ അറിയാമല്ലോ, കാരണം ചെറിയ പ്രായത്തിൽ എന്ന് പറയുന്നത് വലിയ മോഹപാശങ്ങളൊന്നുമില്ലാതെ എന്താണോ അധികാരത്തിന്റെ ഗർവ് എന്നൊന്നും അറിയാതെ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗുരുകുലം എന്ന് പറയുന്നത്. ഇത്തരം ഗുരുകുലവാസത്തിനിടയിൽ നടന്ന ഒരു വാക്ക്, അതേ ആ തരത്തിൽ മാത്രമേ തൽക്കാലം നമ്മൾ അറിയേണ്ടതുള്ളൂ. എന്നാൽ ഒരു മനുഷ്യന് വാക്ക് കൊടുക്കുമ്പോൾ വാക്ക് കൊടുക്കുന്നവൻ മറക്കുമെങ്കിലും അത് വാക്ക് ലഭിച്ചവൻ മറക്കണമെന്നില്ല. ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അത്തരം ഒരു അവസ്ഥയിലൂടെയാണ് ദ്രോണർ കടന്നു പോകുന്നത്. ദ്രോണരുടെ വിചാരിച്ചു കഴിഞ്ഞാൽ അത്രക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ദ്രുപദൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരനാണെന്ന്. അപ്പൊ പാഞ്ചാല ദേശത്തിന്റെ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനല്ലേ, അദ്ദേഹത്തിനോട് ഒരു നിങ്ങൾക്ക് നേർപകുതി ദേശം തന്നെ വേണമെന്നില്ല, ഒരു നമ്മുടെ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു ഇത് അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലേ എന്ന് പറഞ്ഞ് ദ്രോണര് പോയി. ദ്രോണരുടെ ഭാര്യ എന്ന് പറയുന്നത് കൃപാചാര്യരുടെ മകളായിരിക്കുന്ന കൃപിയാണ്. അങ്ങനെ അവരുടെ മകനാണ് അശ്വത്ഥാമാവ്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. പക്ഷെ ഈ വാക്ക് വിശ്വസിച്ച് തന്നെ സഹായിക്കും എന്ന് കരുതി ദ്രോണർ ദ്രുപദ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. കൊട്ടാരത്തിലേക്ക് അവിടെ എത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ജീർണിച്ച വസ്ത്രവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭടന്മാര് അകത്തേക്ക് കയറ്റി വിട്ടില്ല. അവര് പറഞ്ഞു, ഇവിടെ പുറത്ത് നിൽക്ക്, നമ്മൾ രാജാവിനോട് അറിയിക്കട്ടെ. അങ്ങനെ രാജാവ് എന്നോട് പോയി പറയും, അങ്ങയുടെ മുന്നേ ഉള്ള ഒരു സുഹൃത്ത് അങ്ങയെ കാണാൻ വന്നിട്ടുണ്ട്, ഒരു സഹപാഠിയാണെന്നാണ് പറയുന്നത്. ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗോപുരവാതിൽക്കലേക്ക് വന്നു. കണ്ട ഉടനെ വളരെ മോശം ഡ്രസ്സ്, അതായത് നമുക്ക് അറിയാമല്ലോ ഒരു കയറി പറഞ്ഞ വേഷവും അതുമാതിരിയുള്ള വസ്ത്രധാരണവും കൊണ്ട് മുഷിഞ്ഞിരിക്കുന്ന വസ്ത്രവും കൊണ്ട് മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരത്തിന് ഉടമയായിട്ടുള്ള തന്റെ സുഹൃത്തിനെ കണ്ടപ്പോ ദ്രുപദൻ ഉടനെ പറയാണ്, കാര്യം നമ്മള്
ഇതിലൊക്കെ പഠിച്ചത് ശരി തന്നെ. പക്ഷേ രാജാക്കന്മാർ കൂട്ടുകൂടുന്നത് സമന്മാരോടായിരിക്കണം എന്ന് ശാസ്ത്രം മറന്നുപോയോ ദ്രോണരെ നീ? അതുകൊണ്ട് താങ്കൾക്ക് ഇവിടുന്ന് പോകാം. കാരണം ഞാൻ അങ്ങയെ കാണാൻ ആഗ്രഹിച്ചോ എന്നുള്ളതല്ല, അങ്ങ് എന്നെ തേടി ഇവിടെ വന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു തരത്തിലുള്ള ഖേദവുമില്ല. താങ്കൾക്ക് ഇവിടുന്ന് പോകാം. കാരണം ഇത്ര മുഷിഞ്ഞു നാറിയ ഒരു വ്യക്തി എൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് പറയാൻ എനിക്ക്, അല്ലെങ്കിൽ ഇത്രയും ദാരിദ്ര്യത്തിലുള്ള ഒരു വ്യക്തി എൻ്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ എനിക്ക് മടിയുണ്ട്. നമുക്ക് തുല്യമാകുന്ന സമയത്ത് നമുക്ക് കൂട്ടുകൂടാമെന്ന് ഇദ്ദേഹം അപമാനിച്ചു വിട്ടു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുക എന്നുള്ളത്. ചിലവരതിൽ തളർന്നു പോകും. എന്നാൽ ഇത് വല്ലാതെ അങ്ങ് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടി. ഇദ്ദേഹം പിന്നീട് പരശുരാമനിൽ നിന്ന് പല അസ്ത്രവിദ്യകളും പഠിക്കുന്നുണ്ട്. അതായത് അസ്ത്രങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ദിവ്യാസ്ത്രങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ബ്രഹ്മദണ്ഡമടക്കം കയ്യിലുള്ള ഒരു മഹായോഗിയാണ് ദ്രോണർ എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സത്യമാണ്. അങ്ങനെ ഇദ്ദേഹം മടങ്ങി വന്നു. ആ കാലഘട്ടത്തിലാണ് കുരുവംശത്തിന്റെ അതായത് കൗരവരുടെയും പാണ്ഡവരുടെയും ആചാര്യനായി ദ്രോണർ മാറുന്നത്. രാജകൊട്ടാരത്തിൽ ഉള്ള രാജകുമാരന്മാർക്ക് അസ്ത്രവിദ്യയെ പഠിപ്പിക്കുകയും അതിനിപുണനായി മാറുകയും ചെയ്തിരിക്കുന്ന തൻ്റെ ശിഷ്യ പരമ്പരയെ അർജുനെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു ആചാര്യൻ അവിടെ ഉടലെടുക്കുകയായിരുന്നു. ആ ഒരു ദ്രോണാചാര്യർ എന്നുള്ള ആ സ്ഥാനത്ത് അവസാനം കുലഗുരുവായി മാറുകയും അസ്ത്രവിദ്യകളും മറ്റും രാജകുമാരന്മാർക്ക് പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അത് പഠനമൊക്കെ കഴിഞ്ഞ് ഗുരുകുലവാസം കഴിഞ്ഞപാട് ഇവര് പാണ്ഡവരും കൗരവരും ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് എന്ത് ഗുരുദക്ഷിണയാണ് നമ്മൾ നൽകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനക്ക് മറ്റൊന്നും വേണ്ട. പാഞ്ചാല ദേശത്തുള്ള ദ്രുപദനെ ജീവനോടെ ബന്ധിച്ച് എൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരിക, അതാണ് എനിക്ക് നിങ്ങൾ തരേണ്ട ഗുരുദക്ഷിണ എന്നുള്ളത് പറയുകയാണ്. അങ്ങനെ ഗുരുദക്ഷിണ പറഞ്ഞ ഇദ്ദേഹം നേരെ പോയി ഇവരൊക്കെ രണ്ടാമതും പോയി യുദ്ധം ചെയ്ത് അവസാനം ദ്രുപദ രാജാവിനെ ബന്ധിച്ച് ദ്രോണരുടെ കാൽക്കലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുകയാണ്. അപ്പം ദ്രോണര് വളരെ സന്തുഷ്ടനായി. അപ്പം ദ്രോണരോട് ദ്രുപദ രാജാവ് പറയാണ്, എന്നെ വധിക്കരുത്. കാരണം വെച്ചാൽ അന്ന് പിടിച്ചു കെട്ടിയവരെ വധിക്കാൻ ഉള്ള അധികാരമുണ്ടായിരുന്നു. അപ്പോൾ ദ്രോണർ പറയുന്നുണ്ട്, നീ എൻ്റെ സുഹൃത്താണ് എന്നുള്ള കാര്യം നിനക്ക് മറന്നിരിക്കാം, പക്ഷേ അതുകൊണ്ട് തന്നെ ജീവൻ ഭിക്ഷയായി നിനക്ക് തരാം. പക്ഷെ എനിക്ക് വേണ്ടത് നിന്റെ പകുതി രാജ്യമാണ്. അങ്ങനെ പകുതി രാജ്യം ദ്രോണർക്ക് വിട്ടുകൊടുത്തു. എന്നിട്ടാകുമ്പം ദ്രോണർ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ സമന്മാരല്ലേ, ഇനി നമുക്ക് കൂട്ടുകൂടാം അല്ലേ? നോക്കണം, ഇതാണ് ജീവിതത്തിലെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും തളർന്നിരിക്കുന്നതിന് പകരം കാലം തൻ്റെ ശത്രുവിനെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം അവിടെ ഒരുക്കുകയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഓരോ അവസരങ്ങൾ നമ്മുടെ ശത്രുക്കൾക്കും കാണത്തക്ക തരത്തിൽ കൊണ്ടുവന്ന് തരും എന്നുള്ളത് മറക്കാതിരിക്കുക. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
ലൈക്ക് ചെയ്യും. ഓക്കെ.